ജനങ്ങളിൽ ഏറ്റവും വലിയ നഷ്ടക്കാരൻ ആരാണ്? അബൂ ഹാസിം. ഇതിന്റെ മറുപടി അഖ്സറുൻ നാസ് മൻ ബാഅ ആഖിറതഹു ലിദുനിയാ ഗൈരിഹി. മറ്റൊരുത്തന്റെ ദുനിയാവിന് വേണ്ടി സ്വന്തം ആഖിറത്തിനെ വിറ്റവനാകുന്നു. സുബ്ഹാനല്ലാഹ്. മറ്റൊരുത്തന്റെ ദുനിയാവിന് വേണ്ടി സ്വന്തം ആഖിറം കച്ചവടം ചെയ്തവൻ. തന്റെ ദുനിയാവിന് വേണ്ടിയാണെങ്കിൽ ദുനിയാവിനെയും കിട്ടിയിരിക്കാം. ഇത് മറ്റോന് വേണ്ടി, ഓനെ ന്യായീകരിക്കാൻ വേണ്ടി, അയാളെ വെള്ളപൂശാൻ വേണ്ടി, അയാളെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി, അയാളെ പ്രസിഡന്റ് സെക്രട്ടറി ആക്കാൻ വേണ്ടി നമ്മളെ പരലോകം കളയാം. അതാണ് ഏറ്റവും വലിയ നഷ്ടക്കാരെന്നാണ്. നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. KNM-ന് വേണ്ടി, അല്ലെങ്കിൽ വിസ്തത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഏത് സംഘടനയ്ക്ക് വേണ്ടി ആവട്ടെ, ഏത് നേതാവിന് വേണ്ടി ആകട്ടെ, നമ്മുടെ പരലോകം കാണാൻ പറ്റും. ദീനെതിരായി നമ്മളെ വിസ്തം നേതൃത്വം ഒന്നിച്ചു പറഞ്ഞാലും ഇല്ല, അതങ്ങനെ നമ്മളില്ല എന്ന് പറയണം. അതാണ് ദീൻ. ദീനിലുള്ള കാര്യം പറയുന്ന കാലത്തോളം നമ്മളൊപ്പം ഉണ്ടാകും, എല്ലാവർക്കും അംഗീകരിച്ച് കൂടെ ഉണ്ടാകും. അതിനെതിരാണ് പറഞ്ഞാലോ അത് അംഗീകരിക്കില്ല, അത് ചോദ്യം ചെയ്യാൻ പറ്റണം, ഒരു പ്രശ്നമില്ല. അത് പറ്റാതാകുമ്പോൾ നമ്മൾ പ്രയാസപ്പെടും. KNM പറയാ ഒരു കാലത്ത് അള്ളാഹ് മാത്രം അബോധിക കഴിവുള്ളൂ, അപ്പൊ അത് അംഗീകരിക്കാം. 2012 പറയാ ജിന്നുമാർക്ക് അബോധികാണ്, അപ്പൊ അത് അംഗീകരിക്കാം. അതില്ല. അങ്ങനെ തക്ലീദിന് പോലും അത്ര ഉണ്ടാവില്ല. അത് ശരിയല്ല സഹോദരന്മാരെ. എന്നിട്ട് എന്താണ് അവിടുന്ന് പറഞ്ഞത് അത് അതേപടി വിശ്വസിക്കുക. ഒരു ക്ലിപ്പിന് കിട്ടി അതങ്ങനെ വിശ്വസിക്കുക. ഈ കഥ മനുഷ്യന്മാർക്ക് ജീവിച്ചിരിപ്പില്ലേ? ഒരു വാക്ക് ചോദിച്ചാൽ പോലെ, ഒന്ന് വിളിച്ചു ചോദിച്ചാൽ പോലെ എങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ. ശരിയാണോ? ശരിയല്ല. കഴിഞ്ഞില്ലേ? അല്ല ശരിയാണ്, ജിന്നിനെ വിളിക്കാൻ നമുക്ക് അഭിപ്രായമുണ്ടെന്ന് പറഞ്ഞാലോ നമുക്ക് ധൈര്യമായി പ്രചരിപ്പിക്കാനോ. അല്ലാതെ ഒരുത്ത എവിടെ നോണ പറഞ്ഞതിന് അത് ക്ലിപ്പാക്കി അത് നമ്മൾ വാട്സപ്പിൽ കിട്ടുമ്പോഴേക്ക് എല്ലാ ഗ്രൂപ്പിലേക്കും വിട്ട് അതിന്റെ പേരിൽ ഒന്നും അറിയാത്ത ഈ നാട്ടിലെ സാധുവിനെ വിളിച്ചിട്ട് ഓൻ ജിന്നിന്റെ ആളാണ്, ഓൻ ശിർക്കിലാണ്, ഓൻ മുസ്ലിക്കാണ്, ഓൻ പള്ളിയിൽ നിന്ന് പുറത്തു പോകണം, ഓൻ വാങ്ങ് കൊടുക്കാൻ പാടില്ല, കാമത്ത് കൊടുക്കാൻ പാടില്ല, ഓനോട് ഇമാം വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും നഷ്ടം മറ്റെന്താണ്? എന്തിനാണ് ഈ വക കള്ള പ്രചാരണങ്ങൾ, ഈ ദുരാരോപണങ്ങൾ? മറ്റൊരുത്തന്റെ ദുനിയാവിന് വേണ്ടിയാണ്. മറ്റൊരുത്തന്റെ ദുനിയാവിന് വേണ്ടി, അവന്റെ ഭൗതികമായ ലാഭങ്ങൾക്ക് വേണ്ടി നമ്മുടെ പരലോകം തുലക്കേണ്ടവരല്ല നമ്മൾ. അതാണ് ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത്. നമ്മുടെ പ്രസ്ഥാനത്തിലാണെങ്കിലും ഈ ഇതര മറ്റു സംഘടനയിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. സമസ്തായാവട്ടെ, ജമാഅത്തെ ഇസ്ലാമി ആകട്ടെ, എവിടെയാണെങ്കിലും പലപ്പോഴും നേതാക്കന്മാർക്ക് വേണ്ടി, അവരെ താല്പര്യങ്ങൾക്ക് വേണ്ടി, അവരെ സംരക്ഷിക്കാനും ന്യായീകരിക്കാനും വേണ്ടി എന്തു കളവിനും കൂട്ടുനിൽക്കുന്ന, ഏത് ഗീബത്തും പറയാൻ മടിയില്ലാത്ത, എന്ത് തോന്നിവാസം ചെയ്യാൻ മടിയില്ലാത്തവരായി മനുഷ്യന്മാർ അധപതിക്കുകയാണ്. നമ്മളെങ്കിലും അതിന് മുക്തരായി നിൽക്കണം. നമ്മളെ സംബന്ധിച്ച പ്രതിപത്തി പടച്ച റബ്ബിനോടെയുള്ളൂ, പ്രമാണങ്ങളോടെയുള്ളൂ. അല്ലാഹ് പറഞ്ഞാൽ, റസൂല് പറഞ്ഞാൽ സമിഅ്നാ വ അത്വഅ്നാ, കേട്ടു അനുസരിച്ചു. ബാക്കി ആരുടെ വാക്കും ഇതിനോട് താബി ആയി മാത്രമേ ഉള്ളൂ. അല്ലാഹു റസൂലും പറഞ്ഞത് ഇവിടെ ആര് പറഞ്ഞാലും നമുക്ക് അംഗീകരിക്കാം. അല്ലാഹു റസൂലും പറഞ്ഞ അപ്പുറത്ത് എത്ര വലിയ ആൾ പറഞ്ഞാലും ശരി, അത് സ്വീകാര്യമല്ല. പ്രമാണങ്ങളേക്കാൾ വലിയ ബഹുമാനം ഒരു മനുഷ്യനുമില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്, ഇമാം അഹ്ലുസുന്നയുടെ ഇമാം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതാണ്. അദ്ദേഹത്തോട് ഒരു സംശയം ചോദിച്ചു. ഇമാം അഹ്മദ് പറഞ്ഞു, അല്ലാഹു റസൂൽ പഠിപ്പിച്ചത് ഇങ്ങനെയാകുന്നു. ചോദ്യകർത്താവ് ചോദിച്ചു, ഇന്ന ഇബ്നു മുബാറക് ഖാല കദാ വകദാ. ഇബ്നു മുബാറക് ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞ പോലെയല്ല, നിങ്ങൾ ഈ പറഞ്ഞ മറുപടിയല്ല അബ്ദുല്ലാഹി ഇബ്നു മുബാറക് പറഞ്ഞിരിക്കുന്നത്. ഇമാം അഹ്മദിന്റെ മറുപടി എന്താ? ആരാ ഇബ്നു മുബാറക്? വലിയ പ്രഗത്ഭനായ ആലിമാണ്. മസ്ജിദുൽ ഹറാമിൽ ദർസ് നടത്തിയ മഹാപണ്ഡിതനാണ്. ഇമാം അഹ്മദിന്റെ മുൻഗാമിയാണ്. ആ ഇബ്നു മുബാറക് പറഞ്ഞ ഉത്തരമാണ് ഇയാൾ തിരിച്ചു ചോദിച്ചത്. ഇമാം അഹ്മദിന്റെ പ്രതികരണം, ഇന്ന ഇബ്നു മുബാറക് ലം യൻസിൽ മിനസ് സമാ. ഇബ്നു മുബാറക് ആകാശത്ത് നിന്ന് ഇറങ്ങിയ ആളൊന്നുമല്ല. തെറ്റുപറ്റാത്ത, പറഞ്ഞതെല്ലാം അംഗീകരിക്കേണ്ടെന്ന, അങ്ങനെ അല്ലാഹ് ആകാശത്തിന് ഇറക്കി തന്നിട്ട് ഇയാൾ പറഞ്ഞൊക്കെ സ്വീകരിച്ചോളി എന്ന് പറഞ്ഞ് ഇറക്കിയ ആളൊന്നുമല്ല. ചോദ്യകർത്താവ് പറഞ്ഞു, ഇന്ന ഇബ്രാഹിം അദ്ഹം ഖാല കദാ വകദാ. ഇബ്നു മുബാറക് മാത്രമല്ല, ഇബ്രാഹിം അദ്ഹമും അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഇമാം അഹ്മദ് തിരിച്ചു പറഞ്ഞു, അലൈക്കും ബിൽ അസ്ൽ. നിങ്ങൾ സ്വീകരിക്കേണ്ടത് അസ്ലാണ്, അടിസ്ഥാനമാണ്, പ്രമാണങ്ങളാണ്, ഖുർആനും ഹദീസുമാണ്, വ്യക്തികളെയല്ല. കാരണം لأن الشرع لم يكن ليترك لقول رجل معظم في النفوس. ബഹുമാനിക്കപ്പെടുന്നവരുടെ വാക്ക് സ്വീകരിക്കാൻ വേണ്ടി ശറഅ് മാറ്റിവെക്കാൻ പറ്റൂല. لأن الشرع أعظم من ذلك الرجل. കാരണം അയാളേക്കാൾ ബഹുമാനം ശരീഅത്തിലാണ്, അയാളേക്കാൾ ബഹുമാനം ദീനിനാണ്, അയാളേക്കാൾ ബഹുമാനം ഖുർആനിനാണ്, ഹദീസിനാണ്. അവിടെ അയാൾ പറഞ്ഞില്ലേ, ഇയാൾ പറഞ്ഞില്ലേ, സ്റ്റേറ്റ് കമ്മിറ്റി പറഞ്ഞില്ലേ, നേതാക്കന്മാര് പറഞ്ഞില്ലേ, ആഹ്വാനം ഉണ്ടായില്ലേ, അതൊന്നും പ്രമാണങ്ങൾക്ക് അപ്പുറത്ത് വിലയില്ല. പ്രമാണങ്ങൾക്ക് അനുസൃതമായി പറഞ്ഞാലോ സ്വീകരിക്കാം, അതിനതീതമായി ആര് പറഞ്ഞാലും ശരി അത് സ്വീകാര്യമല്ല. അയാളേക്കാൾ ബഹുമാനം മതത്തിനാണ്, ശറഇനാണ് എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്.
ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ആളെ നോക്കിയിട്ട് നീ ഹക്ക് മനസ്സിലാക്കരുത്, ഹക്ക് നോക്കിയിട്ട് ആളെ മനസ്സിലാക്കിക്കോന്ന്. ആളെ നോക്കി ഹക്ക് മനസ്സിലാക്കാൻ പാടില്ല. അയാളൊക്കെ തീര എന്നാ ഞാൻ തീരെ അല്ല, അയാളെങ്ങനെ പറഞ്ഞു എന്നാ ശരി അതില്ല, അയാൾ ഹക്ക് പറഞ്ഞു എന്നാ ശരി. ആളെ നോക്കി ഹക്ക് മനസ്സിലാക്കിയല്ല, ഹക്ക് നോക്കി ആളെ മനസ്സിലാക്കുക. അയാൾ ഹക്കിന്റെ കൂടെയാണ് എങ്കിൽ അയാൾ അംഗീകരിക്കാം. അയാൾ വരുന്നുണ്ട് അതുകൊണ്ട് ഹക്കായിരിക്കും, അതില്ല. തെറ്റുപറ്റാത്ത മനുഷ്യന്മാരില്ല അമ്പിയാക്കളല്ലാതെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ദീൻ നമ്മൾ സംരക്ഷിക്കണം, നമ്മുടെ തൗഹീദിനെ നാം കാത്തു സൂക്ഷിക്കണം, നമ്മുടെ നാവിനെ നാം സൂക്ഷിക്കണം. വെറുതെ അനാവശ്യങ്ങൾ പറഞ്ഞ്, ദുരാരോപണങ്ങൾ പറഞ്ഞ്, ഇല്ലാത്ത വിമർശനങ്ങളും പേരുകളും ഇരട്ടപ്പേരൊക്കെ വിളിച്ചുകൊണ്ട് അങ്ങനെ ആളുകളെ വിമർശിച്ചു പോയാൽ ഒരുപക്ഷെ പൊരുത്തപ്പെടിക്കാൻ പോലും സമയം കിട്ടണമെന്നില്ല. പൊരുത്തപ്പെടിക്കാൻ പോലും സമയം കിട്ടില്ല. എപ്പോഴാണ് ഇറങ്ങിപ്പോകുമ്പോ ഒന്ന് വെച്ചുത്തി വീണാ മതി, നമ്മൾ അവസാനിക്കാം. പലരെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകും, വാട്സപ്പിൽ പലതും പ്രചരിപ്പിച്ചിട്ടുണ്ടാകും, ഒരുപാട് മനുഷ്യന്മാരെ പറ്റി ഇരട്ടപ്പേര് പറഞ്ഞിട്ടുണ്ടാകും. അവരെ കുറിച്ചെല്ലാം ഇല്ല കഥകൾ ആരോ പറഞ്ഞു കേട്ട് മാത്രം അടിസ്ഥാനമാക്കി ഒരുപാട് ഗ്രൂപ്പുകളിൽ ശക്തമായി അയാൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ടാകാം. ആ മനുഷ്യനോട് പോയി ഒന്ന് പൊരുത്തപ്പെടിക്കാൻ പോലും ഒരുപക്ഷെ സാഹചര്യം ഉണ്ടാകണമെന്നില്ല. നമ്മുടെ നാവിനെ നാം സൂക്ഷിക്കുക. നബി തങ്ങൾ ഒരുപാട് ഉപദേശം കൊടുത്ത അവസാനം പറഞ്ഞു, ഇതെല്ലാം സൂക്ഷിക്കാൻ എനിക്ക് ഒറ്റ വഴി ഞാൻ പറഞ്ഞതല്ല, ഇതെല്ലാം കൂടെ കാത്തു സൂക്ഷിക്കാൻ എളുപ്പ വഴി ഞാൻ പറയാം എന്ന് പറഞ്ഞ നബി തങ്ങൾ തന്റെ നാവിനെ പിടിച്ചു പറഞ്ഞു, അംസിക് അലൈക ഹാദാ, ഇത് നീ മുറുകെ പിടിച്ചോ എന്ന എല്ലാം ക്ലിയറായി. എല്ലാ ദിവസവും രാവിലെ ശരീരത്തെ എല്ലാ അവയവങ്ങളും നാവിനോടൊരു അഭ്യർത്ഥനയുണ്ടെന്ന് ഹദീസിൽ കാണാം. എന്നും നേരം വെളുത്തെണീറ്റ് വരുമ്പോൾ എല്ലാ അവയവങ്ങളും നാവിനോട് പറയുന്ന അഭ്യർത്ഥന, ഇത്തഖില്ലാഹ ഫീനാ, ഞങ്ങളുടെ കാര്യത്തിൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഫഇന്നമാ നഹ്നു ബിക, ഞങ്ങളുടെ നിലപാട് നിന്റെ നിലപാട് പ്രകാരമായിരിക്കും. ഫഇനിസ്തഖംത ഇസ്തഖംനാ വഇൻ ഇഅ്വജത ഇഅ്വജനാ, നീ നേരെ ചൊവ്വ നിന്നാൽ ഞങ്ങളും നേരായ വഴിക്കായിരിക്കും, നീ വളഞ്ഞു പോയാൽ ഞങ്ങളും വളഞ്ഞ വഴിക്കായിരിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. കൈ കൊണ്ട് അടിക്കുന്നുവെങ്കിൽ അതിന് മുമ്പ് ചില സംസാരം ഉണ്ടായിട്ടുണ്ടാകും, കാലുകൊണ്ട് ചവിട്ടുന്നുവെങ്കിൽ അതിന് മുമ്പ് ചില സംസാരം ഉണ്ടായിട്ടുണ്ടാകും, ഒരാളെ വെറുക്കുന്നുവെങ്കിൽ അതിന് മുമ്പ് ചില സംസാരം ഉണ്ടായിട്ടുണ്ടാകും. എല്ലാത്തിന്റെയും നിലപാട് നാവിന്റെ നിലപാട് പ്രകാരമാണ്. അതുകൊണ്ട് അവയവങ്ങളെല്ലാം നാവിനോട് പറയാണ്, ഇത്തഖില്ലാഹ ഫീനാ, ഞങ്ങളുടെ കാര്യത്തിൽ റബ്ബിനെ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. സഹോദരങ്ങളെ, നാവ് ഗൗരവമാണ്. നബി തങ്ങൾ പറഞ്ഞു, രണ്ടവയവം കാത്തു സൂക്ഷിക്കാമെന്നൊരു ഉറപ്പ് തന്നാൽ സ്വർഗമുണ്ടെന്ന് ഉറപ്പ് നൽകാം. ഒന്ന് നാവാണ്, മറ്റൊന്ന് ഗുഹ്യസ്ഥാനമാണ്, ലൈംഗികവയവമാണ്. അത് അല്ലാഹുവിനെ സൂക്ഷിക്കും. ഹറാമിലേക്ക് പോകൂല, അനാവശ്യം ചെയ്യൂല, തോന്നിവാസം ചെയ്യൂല, വ്യഭിചാരം ചെയ്യൂല, സ്വയംഭോഗം ചെയ്യൂല, സ്വവർഗം ചെയ്യൂല. ഈ ഗുഹ്യസ്ഥാനത്തിന്റെ വിഷയത്തിൽ റബ്ബിനെ സൂക്ഷിക്കാമെന്ന് ഉറപ്പ് തന്നാൽ, നാവ് കൊണ്ട് കളവ് പറയില്ല, ഗീബത്ത് പറയില്ല, നമീമത്ത് പറയില്ല, ഏഷണ ഉണ്ടാക്കില്ല, ഒരു അനാവശ്യവും പറയില്ല, അല്ലാഹുവിനെ സൂക്ഷിക്കാം എന്ന് ഉറപ്പ് തരുമോ എങ്കിൽ അൽ മല്ലഹു ബിൽ ജന്ന, ഇവിടെ സ്വർഗമുണ്ട് എന്ന് ഞാൻ ഉറപ്പ് കൊടുക്കാമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങൾ, നമുക്ക് സ്വർഗം കിട്ടണം, നമുക്ക് സ്വർഗം കിട്ടും. ഒരു പക്ഷെ നാളെ വഴുതു കേൾക്കാൻ നമ്മൾ ഉണ്ടായിക്കൊള്ളുന്നില്ല, അത്രയുള്ളൂ മനുഷ്യന്റെ ഗ്യാരണ്ടി. ഇന്ന് നമ്മൾ അവസാനിച്ചേക്കാം, ഇന്ന് മരിക്കേണ്ടി വന്നാലും സ്വർഗത്തിലേക്കാകണം ആ യാത്ര. നമുക്ക് സ്വർഗം ലഭിക്കണം ഇൻഷാ അല്ലാഹ്. ആ നിർബന്ധ ബുദ്ധി നമുക്ക് ഉണ്ടാകണം. എല്ലാവരും സ്വർഗത്തിൽ പോകണം. ഈ നാട്ടിലെ എല്ലാ മനുഷ്യന്മാരും, നമ്മുടെ കുടുംബാംഗങ്ങളും, നമ്മളുമായി ബന്ധമുള്ള എല്ലാവർക്കും സ്വർഗം കിട്ടണം. അതാണ് ഗുണകാംക്ഷ. ഒരാളും നരകത്തിൽ പോകാൻ പാടില്ല. നരകം സഹിക്കാൻ കഴിയില്ല, നരകം സഹിക്കാൻ കഴിയില്ല. ഒരു വണ്ടി വെയിലത്തിട്ട് ചൂടായാൽ അതിലിരിക്കാൻ പറ്റും നമുക്ക്, അതല്ലേ നമ്മളെ ദുർബലത. അരമണിക്കൂർ വണ്ടി വെയിലത്തിട്ടിട്ട് ചൂടായ വണ്ടിയൊക്കെ ഇരിക്കാൻ പോലും പിന്നെ കഴിയില്ല. പിന്നെ 5 മിനിറ്റ് ഡോറൊക്കെ തുറന്നിട്ടിട്ട് AC ഒക്കെ ഓണാക്കിയിട്ട് കയറാൻ പറ്റുള്ളൂ. അത്ര സാധുക്കളാണ് നമ്മൾ. ദുനിയാവിൽ ചെറിയ തീയന്റെ ഒരു കഷ്ണം കയ്യിൽ പിടിക്കാൻ കഴിയാത്ത ദുർബലന്മാരാണ് നമ്മൾ. ഒരു നായ പിന്നാലെ ഓടിയാൽ ഒന്നും നോക്കാൻ കഴിയാതെ ഓടിപ്പോണ മനുഷ്യന്മാരാണ് നമ്മൾ. ഒരു പൂച്ച നേരെ ചാടിയാൽ നമ്മുടെ ധൈര്യം ചോർന്നു പോണ മനുഷ്യന്മാരാണ് നമ്മൾ. രാത്രി കിടക്കുമ്പോൾ ഒരു കൊതുകിനെ ഒപ്പം കൂടിയാൽ ഉറങ്ങാൻ പറ്റാത്ത മനുഷ്യന്മാരാണ് നമ്മൾ. ഒരു കൊതുകിനെ ഒപ്പം കൂടിയാൽ മതി, ഉറങ്ങാൻ കഴിയൂല. ഇതാണ് നമ്മൾ. ഇത്ര ദൗർബല്യമുള്ള ജീവി വേറെ ഏതാണുള്ളത്? സുബഹിക്ക് പള്ളിയിൽ പോകുമ്പോൾ ചില മനുഷ്യന്മാർ വടിയും കൊണ്ട് പോകുക, എന്താ ബൈക്ക് നായ്ക്കൾ ഉണ്ടാവും. ഏതെങ്കിലും നായി പുറത്ത് കഴിയുമ്പോൾ വടിയും കൊണ്ട് ഇറങ്ങിണ്ട മനുഷ്യന്മാരുണ്ടാവുന്നുണ്ട്? ഇല്ല. നമ്മൾ ലഈഫാണ്, ഖുലിഖൽ ഇൻസാൻ ലഈഫ്. മനുഷ്യൻ ദുർബലനാണ്. ഈ തടി നരകത്തിൽ പോയിട്ട് അത് സഹിക്കാൻ കഴിയില്ല സഹോദരന്മാർ. ആ 69-70 ചൂടുള്ള തീയല് മരിക്കുന്നുമില്ല, ജീവിക്കുന്നുമില്ല എന്ന് പറഞ്ഞ മട്ടിൽ അവിടെ ഫിർഔനിന്റെ കൂടെ, അബൂജഹലിന്റെ കൂടെ, അബൂലഹബിന്റെ കൂടെ, പിശാചുക്കളുടെ കൂടെ, തെമ്മാടികളുടെ കൂടെ, തോന്നിവാസികളുടെ കൂടെ, ധിക്കാരികളുടെ കൂടെ, ലോകം കണ്ട എല്ലാ തെമ്മാടികളുടെയും കൂട്ടത്തിൽ അവിടെ പോയി ആപ്പതിക്കുന്ന ഒരു ഗതി
സഹോദരന്മാരെ വരാൻ പാടില്ല. നമ്മുടെ ഒരു വാക്ക്, ഒരു മെസ്സേജ്, ഒരു ഷെയർ, ഒരു പ്രചാരണം, ഒരു ആരോപണം, അതായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുത്തുക. ആർക്കോ വേണ്ടി പറഞ്ഞതായിരിക്കാം, ആരോ പറഞ്ഞപ്പോൾ വാശിക്ക് ശരിയായിരിക്കാം, മേലെന്ന് ഓർഡർ വന്നു, സർക്കുലർ വന്നു, ജില്ലാ കമ്മിറ്റി വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞു ഇന്ന് മുതൽ നമുക്ക് ഇതാണ് പ്രചരിപ്പിക്കുന്നത്, നമ്മളാണ് ഏറ്റെടുത്തു. സഹോദരങ്ങളെ, നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുമ്പോൾ അവിടെ ജില്ലാ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി, നേതാക്കന്മാരും അനുയായികളും ഒന്നും ഉണ്ടാവില്ല. അത് നമ്മൾ മറ്റുള്ള വഴുതകർത്ത മനുഷ്യന്മാരാണ്, നമുക്ക് ആ ബോധ്യം ഉണ്ടാവണം. അതുകൊണ്ട് ഉള്ളത് പറയാം, അതിനെ ആരും പേടിക്കേണ്ടതില്ല. പറയുമ്പോൾ 100 വട്ടം ഉറപ്പുവരുത്തുക ഇത് ഉള്ളതാണ് എന്ന്. അല്ലാതെ താൽക്കാലികമായ വൈര്യം തീർക്കാൻ, വിദ്വേഷം തീർക്കാൻ വേണ്ടി എന്തും പ്രചരിപ്പിക്കുന്ന നട്ടക്കാരായി മാറാതിരിക്കാൻ ഞാനും നിങ്ങളും ഒക്കെ പരിശ്രമിക്കുക. എന്നോടാണ് ഒന്നാമത്തെ ഉപദേശം. നമ്മളെല്ലാവരും അത് ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുമുള്ള ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.